ഹായ് ഓൾ, വെൽക്കം ടു ദ നെക്സ്റ്റ് വീഡിയോ ഓഫ് ബ്രൈറ്റ് ടു സക്സസ്. അപ്പോൾ എല്ലാവരും ഭയങ്കരമായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു വീഡിയോ ആയിരിക്കും +2 റിസൾട്ട് എന്നാണ് എന്നൊക്കെ ഉള്ളത്. നമുക്കറിയാം SSLC റിസൾട്ട് മെയ് 9 വരുന്നുണ്ട്. +2 റിസൾട്ട് ഒഫീഷ്യലി ഇന്ന ഡേറ്റ് ആണെന്ന് പ്രഖ്യാപിച്ചിട്ടില്ല. പക്ഷേ എന്നിരുന്നാലും ഒരു അൺഒഫീഷ്യൽ ഡേറ്റ് വന്നിട്ടുള്ളത് മെയ് 18 ഒരു ഡേറ്റ് വന്നിട്ടുള്ളത്. അപ്പം അന്നത്തേക്കായിരിക്കും റിസൾട്ട് വരുന്നത്, അല്ലെങ്കിൽ അതിനുള്ളിൽ എന്തായാലും റിസൾട്ട് വരും. മെയ് 18 കഴിഞ്ഞ് പോകത്തില്ല, അതിനുള്ളിൽ എന്തായാലും റിസൾട്ട് വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ടെൻഷൻ അടിച്ചിരിക്കുകയാണെന്നാണ് തോന്നുന്നത്. ചിലവർക്ക് എന്ത് വരട്ടെ, എന്തെങ്കിലും ആവട്ടെ, അങ്ങനെ ഇരിക്കുന്നവരുണ്ട്, ടെൻഷൻ ആയിരിക്കുന്നവരുണ്ട്. ഡേറ്റ് നമുക്ക് അറിയും തോറും, ഡേറ്റ് അടുത്തടുത്ത് വരും തോറും ടെൻഷനായി വരുന്നവരുണ്ട്. പണ്ട് ഞാൻ പഠിച്ചു നിൽക്കുന്ന കാലത്താലും ഡേറ്റ് അടുത്തടുത്ത് വരുമ്പോഴത്തേക്കും നമുക്ക് ടെൻഷനാവും. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. എന്താണ്, നിങ്ങൾക്ക് നിങ്ങൾ എഴുതിയിട്ടുണ്ട് എന്ന് ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ മാർക്ക് കിട്ടിയിരിക്കും. കാരണം +1 +2 ഒക്കെ നമുക്കറിയാമല്ലോ, നമ്മൾ എന്താണോ എഴുതുന്നത് ആ മാർക്ക് ഉറപ്പായിട്ടും കിട്ടിയിരിക്കും. അപ്പം അതുകൊണ്ട് തന്നെ ആരും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. ഇനി അഥവാ നമുക്ക് എന്തെങ്കിലും സേ ആയിപ്പോയെന്ന് കരുതിയിട്ടോ അല്ലെങ്കിൽ പാസ്സാവാൻ പറ്റില്ല എന്ന് കരുതിയിട്ടോ ഒന്നും ബോധേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഒരു എക്സാം സേ ആയി പോയിരുന്നു, അല്ലെങ്കിൽ ഒരു സബ്ജക്റ്റ് പാസ്സാവാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് വേറെ ഒന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ വിഷമിച്ചിരിക്കേണ്ട ഒരു ആവശ്യമില്ല. കാരണം നമുക്ക് ഇനി അടുത്ത എക്സാം ഉണ്ട്, അല്ലെങ്കിൽ അടുത്ത അവസരമുണ്ട്, അടുത്ത ഇനി നമുക്ക് ഒന്നും കൂടി കയറി വരാനുള്ള അവസരമുണ്ട്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക, ഒരു കൂളായിട്ടിരിക്കുക. എന്താണോ വരാനുള്ളത് അത് എന്തായാലും ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലേ, പേപ്പറൊക്കെ കറക്റ്റ് ചെയ്ത് മാർക്കൊക്കെ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഇരുന്ന് ടെൻഷൻ അടിച്ചിട്ടോ കരഞ്ഞിട്ടോ ഒന്നും ഒരു കാര്യമില്ല. അപ്പോൾ ഇനി സേ വരുന്നവരൊന്നും എന്ത് ചെയ്യും, ഒരുപാട് വിഷമിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഒന്നേന്ന് പഠിച്ച് എഴുതിയെടുക്കും. അതുകൊണ്ട് തന്നെ എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുക. എല്ലാവർക്കും നല്ല മാർക്ക് കിട്ടട്ടെ. പിന്നെ നമുക്ക് റിസൾട്ട് ചെക്ക് ചെയ്യാൻ പറ്റുന്നത് HSS സൈഡിൽ ചെക്ക് ചെയ്യാം. പിന്നീട് നമുക്ക് +2 റിസൾട്ട് വരുന്ന ടൈമിൽ തന്നെ ഒരുപാട് ആപ്പൊക്കെ അവൈലബിൾ ആവും. പിന്നെ +2 റിസൾട്ട് എന്ന് പറഞ്ഞ് നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ ലിങ്കൊക്കെ വരും. അപ്പോൾ അതിലൊക്കെ നമുക്ക് റിസൾട്ട് കിട്ടുന്നതായിരിക്കും. നമ്മൾ റിസൾട്ട് വരുന്ന ഡേ നമ്മുടെ ഈ ഒരു വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ റിസൾട്ടിൻ്റെ ലിങ്കൊക്കെ കൊടുത്തേക്കാം കേട്ടോ. പിന്നെ പറയാനുള്ളത് മാർക്ക് അതിൻ്റെ പെർസെൻറ്റേജ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്നാണ്. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, ഇപ്പോൾ ഒരാൾക്ക് ഒരു 6 സബ്ജക്ട്സ് അല്ലേ ഉള്ളത്, സബ്ജക്ട്സ് ആണുള്ളത്. അതിൽ ഒരു സബ്ജക്റ്റിന് 200 വെച്ചിട്ട് നമുക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം. ഇപ്പോൾ ടോട്ടൽ +1 +2 കൂടി ചേർത്തിട്ടാണല്ലോ നമുക്ക് റിസൾട്ട് വരുന്നത്. അതുപോലെ സർട്ടിഫിക്കറ്റിലൊക്കെ വരുന്ന മാർക്ക് അങ്ങനെയാണല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ഒരാൾക്ക് ടോട്ടൽ മാർക്ക് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ മലയാളത്തിന് 80, ഇംഗ്ലീഷിന് 80, പിന്നെ ബാക്കി സബ്ജക്ട്സിന് 75, 65, പിന്നെ 45, 50. ഇങ്ങനെയാണ് 6 സബ്ജക്ട്സിന് മാർക്ക് ഇട്ടേക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതെല്ലാം കൂടി ആദ്യം നിങ്ങൾ എന്ത് ചെയ്യുക, ടോട്ടൽ ഈ മാർക്ക് ആഡ് ചെയ്യുക. ഇത്രയും കൂടെ നമ്മൾ ആഡ് ചെയ്യുമ്പോഴത്തേക്കും 395 തോന്നാം, 395 നമുക്ക് വരുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ പെർസെൻറ്റേജ് എങ്ങനെ എടുക്കാമെന്ന് പറയുമ്പോഴത്തേക്കും 395 ഡിവൈഡഡ് ബൈ 1200 × 100 എന്തെന്ന് പറയുമ്പോൾ നമുക്ക് പെർസെൻറ്റേജ് എടുക്കുന്നത്. അപ്പോൾ ഈ ഒരു ഇത് ചെയ്യുമ്പോഴത്തേക്കും ഇപ്പം നിങ്ങളുടെ ടോട്ടൽ മാർക്ക് എന്താണോ അത് ഇവിടെ ആഡ് ചെയ്തതിന് ശേഷം ഡിവൈഡ് ബൈ 1200 × 100 ചെയ്യുമ്പോഴത്തേക്കും നിങ്ങളുടെ പെർസെൻറ്റേജും കിട്ടും. അപ്പോൾ എല്ലാവർക്കും നല്ല മാർക്ക് കിട്ടട്ടെ. അപ്പം നിങ്ങളുടെ മാർക്കൊക്കെ റിസൾട്ടൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക കേട്ടോ. അപ്പോൾ എനിക്കിപ്പോൾ ഒരു കാര്യം പറയുള്ളൂ, ആയി എന്ന് കരുതി ഒരുപാട് വിഷമിച്ച് ഡിപ്രഷൻ അടിച്ചിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ ഇനി അത് എഴുതിയെടുക്കും. നമുക്ക് ഇനി ഒരു അവസരമുണ്ട്. അതിന് വേണ്ടി തന്നെയല്ലേ നമ്മുടെ ഗവൺമെൻറ് എന്ത് വെച്ചേക്കുന്നത്, എക്സാം ഒക്കെ വെച്ചേക്കുന്നത്. അപ്പം അതുകൊണ്ട് നമ്മൾ ഇനി പഠിച്ചെടുക്കും. ഇപ്പം എന്തെങ്കിലും ഡൗട്ട് റിസൾട്ടിനെ സംബന്ധിച്ചോ ഇനി വേറെ എന്തെങ്കിലുമൊക്കെ നമ്മൾ ഇനി പുതിയതായിട്ട് എടുക്കാൻ പോകുന്ന കോഴ്സിനെ സംബന്ധിച്ചൊക്കെ ഡൗട്ട് ഉള്ളവരുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ടാറ്റാ.